നമസ്കാരം. ബലൂചിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം ദശാബ്ദങ്ങളായുള്ള സങ്കീർണമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പ്രശ്നങ്ങളിൽ വേരൂന്നിയ ഒന്നാണ്. 1947 ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനകാലത്ത് ബലൂചിസ്ഥാനിലെ കലാത് പ്രവിശ്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലകൊള്ളുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും 1948 മാർച്ചിൽ പാകിസ്ഥാൻ സൈനിക നടപടിയിലൂടെ ഈ പ്രദേശം തങ്ങളോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അന്നു മുതൽ ബലൂചിസ്ഥാന്റെ സ്വയംഭരണത്തിനായും സ്വാതന്ത്ര്യത്തിനായും പല ഘട്ടങ്ങളിലായി വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ വിസ്തൃതിയുടെ ഏതാണ്ട് 40% വരുന്ന ഭൂപ്രദേശമാണെങ്കിലും ജനസംഖ്യയിൽ ബലൂചിസ്ഥാൻ വളരെ പിന്നിലാണ്. ഇത് രാഷ്ട്രീയമായ അവഗണനയ്ക്ക് കാരണമാകുന്നുവെന്ന് ബലൂച്ച് ജനത വിശ്വസിക്കുന്നു. സാമ്പത്തിക ചൂഷണമാണ് ഈ സംഘർഷത്തിന്റെ മറ്റൊരു പ്രധാന വശം. പാകിസ്ഥാന് ആവശ്യമായ പ്രകൃതിവാതകത്തിൻ്റെയും കൽക്കരിയുടെയും സ്വർണത്തിൻ്റെയും വലിയ ശേഖരം ബലൂചിസ്ഥാനിലുണ്ട്. എന്നാൽ ഈ പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം പ്രദേശത്തിൻ്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നില്ലെന്നും പകരം പഞ്ചാബ് പ്രവിശ്യയുടെ പുരോഗതിക്കായി മാറ്റുന്നുവെന്നുമാണ് പ്രധാന പരാതി. ദാരിദ്ര്യത്തിലും വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിലും തുടരുന്ന ബലൂച്ച് ജനത തങ്ങളുടെ മണ്ണിലെ വിഭവങ്ങൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വാദിക്കുന്നു. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ പോലെയുള്ള വലിയ പദ്ധതികൾ ബലൂചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുമ്പോഴും അതിൻ്റെ ഗുണഫലങ്ങൾ തദ്ദേശവാസികൾക്ക് ലഭിക്കുന്നില്ലെന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ഗൗരവകരമായ ആരോപണങ്ങളാണ് ഈ പ്രശ്നത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കുന്നത്. ബലൂച്ച് സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുന്നതിനായി പാകിസ്ഥാൻ സൈന്യം വ്യാപകമായ തോതിൽ ബലപ്രയോഗം നടത്തുന്നുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ആയിരക്കണക്കിന് ബലൂച്ച് യുവാക്കളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കാണാതാകുന്ന എൻഫോഴ്സ് ഡിസപ്പിയറൻസ് എന്ന പ്രതിഭാസം ഇവിടെ സർവ്വസാധാരണമാണ്. പലരെയും പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ബലൂച്ച് ജനതയ്ക്കിടയിൽ പാക് ഭരണകൂടത്തോടുള്ള കടുത്ത വിദ്വേഷത്തിന് കാരണമായിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പോലെയുള്ള സായുധ സംഘടനകൾ പാക് സൈന്യത്തിനും ചൈനീസ് നിക്ഷേപങ്ങൾക്കും നേരെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഈ സംഘർഷം പരിഹരിക്കുവാൻ പാകിസ്ഥാൻ സൈനിക നടപടികളാണ് പ്രധാനമായും സ്വീകരിക്കുന്നത്. ഇത് മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോൾ തങ്ങളുടെ ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണിതെന്ന് ബലൂച്ച് നേതാക്കൾ തിരിച്ചടിക്കുന്നു. ഇപ്പോൾ ബലൂചിസ്ഥാൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളും പ്രാദേശിക സുരക്ഷാ ഭീഷണികളും ചർച്ച ചെയ്യുന്ന സുപ്രധാനമായ ഒരു വിഷയമാണ് ബലൂച്ച് നേതാവായ മിർ യാർ ബലൂച്ച് അടുത്തിടെ ഉന്നയിച്ചിരിക്കുന്നത്. ദശാബ്ദങ്ങളായി തുടരുന്ന പാകിസ്ഥാന്റെ അടിച്ചമർത്തലുകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ പോരാടുന്ന ബലൂച്ച് ജനത ഇപ്പോൾ ചൈനയുടെ സൈനിക സാന്നിധ്യം കൂടി തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു വരുമോ എന്ന വലിയ ആശങ്കയിലാണ്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഈ വിഷയം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് അയച്ച കത്തിലൂടെയാണ് അദ്ദേഹം ലോക ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഭാരതവുമായുള്ള പുരാതന സാംസ്കാരിക ബന്ധങ്ങളും അടിവരയിടുന്ന ഈ സന്ദേശം മേഖലയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ബലൂചിസ്ഥാൻ പ്രദേശം വർഷങ്ങളായി ഭരണകൂട ഭീകരതയ്ക്കും അതിക്രമങ്ങൾക്കും ഇരയാകുകയാണെന്ന് മിർ യാർ ബലൂച്ച് ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെതിരെ ശക്തമായ നിലപാട് എടുത്തുകൊണ്ടാണ് 2025 മെയ് മാസത്തിൽ ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നത്. ഈ പോരാട്ടത്തിന്റെ തുടർച്ചയായി 2026 ജനുവരി ആദ്യവാരം ബലൂചിസ്ഥാൻ ആഗോള നയതന്ത്ര വാരമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിനും ബലൂചിസ്ഥാന്റെ സ്വതന്ത്രമായ നിലനിൽപ്പ് ഉറപ്പാക്കാനുമാണ് ഈ നീക്കത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുമായി നൂറ്റാണ്ടുകളായുള്ള വ്യാപാര സാംസ്കാരിക ബന്ധങ്ങളെ അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. ഹിംഗ്ലാജ് മാതാക്ഷേത്രം പോലെയുള്ള പുണ്യസ്ഥലങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയെ ബലൂച്ച് നേതാവ് പ്രകീർത്തിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ കേന്ദ്രങ്ങളെ തകർത്ത ഇന്ത്യയുടെ ധീരമായ നടപടി പ്രാദേശിക സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം കത്തിൽ കുറിച്ചു. 6 കോടി വരുന്ന ബലൂച്ച് ജനതയ്ക്ക് വേണ്ടി ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും പാർലമെന്റിനും അദ്ദേഹം പുതുവത്സരാശംസകൾ നേർന്നു. പാകിസ്ഥാന്റെ 79ാമത് വർഷത്തെ ക്രൂരമായ അധിനിവേശത്തിൽ നിന്നും മോചനം നേടാനുള്ള സമയം അതിക്രമിച്ചുവെന്നും ഭാരതത്തിന്റെ പിന്തുണ ഈ പോരാട്ടത്തിൽ വലിയ കരുത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ബലൂചിസ്ഥാനിൽ
ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടപ്പിലാക്കുന്ന ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അഥവാ CPEC പദ്ധതി മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണിയാണെന്ന് മിർ ബലൂച്ച് മുന്നറിയിപ്പ് നൽകി. ഈ പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ ബലൂചിസ്ഥാനിലേക്ക് ചൈനീസ് സൈന്യത്തെ വിന്യസിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. ബലൂച്ച് പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചൈനീസ് സൈനികർ ബലൂച്ച് മണ്ണിൽ കാലുകുത്താൻ സാധ്യതയുണ്ട്. ഇത് ബലൂചിസ്ഥാന് മാത്രമല്ല, ഭാരതത്തിന്റെ സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാകും. ബലൂച്ച് ജനതയുടെ അനുമതിയില്ലാതെ ചൈനീസ് സൈന്യം പ്രവേശിക്കുന്നത് പ്രാദേശിക അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ചൈനയും പാകിസ്ഥാനും ഈ ആരോപണങ്ങളെ സാമ്പത്തിക വികസനത്തിന്റെ പേരിൽ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ നേരത്തെ തന്നെ ഈ പദ്ധതിയെ എതിർക്കുന്നുണ്ട്. പാക് അധീന കശ്മീരിലൂടെ കടന്നുപോകുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുമെന്ന നിലപാടിലാണ് ഭാരതം. ബലൂചിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനൊപ്പം സൈനികാധിപത്യം ഉറപ്പിക്കാനാണ് ചൈന ശ്രമിക്കുന്നതെന്ന് ബലൂച്ച് നേതാക്കൾ കരുതുന്നു. മിർ ബലൂച്ചിന്റെ ഈ ആഹ്വാനം അന്താരാഷ്ട്ര തലത്തിൽ ബലൂചിസ്ഥാന്റെ ശബ്ദം കൂടുതൽ ശക്തമാക്കാനും ചൈനീസ് കടന്നുകയറ്റത്തിനെതിരെ ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടാനുമുള്ള ഒരു വലിയ ചുവടുവെപ്പായി മാറുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.